നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. നന്നമ്പ്ര ഈസ്റ്റ് കുന്നുംപുറം ഭാഗത്ത് റോഡ് തകർന്നു. പ്രദേശത്തെ കാൽനടയാത്ര പോലും ദുസ്സഹമായി. നന്നമ്പ്ര പള്ളിയുടെ ഭാഗത്തെ റോഡ് ശുദ്ധജല പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട് 2 വർഷത്തോളമായി. ഇതുവരെയും റീടാറിംഗ് നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. മഴ പെയ്തതോടെ റോഡിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. ഇതോടെ CPM ഈസ്റ്റ് കുന്നുംപുറം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ഒപ്പുശേഖരണം നടത്തി പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. മഴക്കാലം എത്തിയതോടെ റോഡ് തകർന്ന് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇനിയും പരിഹാരമായില്ലെങ്കിൽ സമരത്തിൻ്റെ 5 കളിയുമായി രംഗത്ത് വരുമെന്നും CPM ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്ത് 13, 14 വാർഡുകളിൽ 2 വർഷത്തോളമായി കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ റോഡ് കീറിയിട്ടെന്നും പള്ളിയിലേക്കും വിദ്യാലയങ്ങളിലേക്കും മദ്രസയിലുമടക്കം വിദ്യാർത്ഥികളും മറ്റു കാൽനടയാത്രക്കാരും വാഹനയാത്രികരും ദുരിതത്തിലാണെന്നും നിരന്തരം അപകടം സംഭവിക്കുകയാണെന്നും അവർ പറഞ്ഞു. നന്നമ്പ്ര പള്ളിൻ്റെ അവിടെ സമീപ ആ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് എത്രയോ ദിവസമായി. ഈ മഴൻ്റെ ഈ തോതിൽ അവർ കുത്തിപ്പൊളിച്ചിട്ട് കണ്ട് കുറേ കരിങ്കല്ല് കൊടുക്കാണ്ട് ആൾക്ക് നടക്കാൻ വയ്യാത്ത ഇതാക്കിയിട്ട് ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഇതിൽ സമരത്തിൻ്റെ 5 കളിയായിട്ട് ഞങ്ങൾ വരും, അത് ഉറപ്പാണ്. പഞ്ചായത്തിലെ 14, 13 വാർഡിൽ 2 വർഷത്തോളമായി കുടിവെള്ളത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പിന് വേണ്ടിയിട്ട് കയറിയിട്ടത്. ഇപ്പോൾ ഒരു കിടങ്ങ് മാതിരിയാണ് ഇപ്പോൾ റോഡുകൾ അവിടെ നിൽക്കുന്നത്. അവിടെ പള്ളി, മദ്രസ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ, മറ്റു ഓട്ടോറിക്ഷക്കാർ, സ്കൂട്ടി കാരൊക്കെ അവിടെ നിരന്തരം അപകടം വരികയാണ്. സ്കൂട്ടറൊക്കെ എത്രയോ പ്രാവശ്യം അവിടെ വീണിട്ട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അറഫ ദിവസമാണ്. ജുമാക്ക് പോകാൻ ഏകദേശം ടൈമായ സമയത്താണ് നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരടക്കം ഇത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ വൈസ് പ്രസിഡന്റ് 14 വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള മൂസക്കുട്ടിയാക്ക, വൈസ് പ്രസിഡന്റ് കൂടിയായ മൂസക്കുട്ടിയാക്ക ഇവിടെ ഇല്ല. നസ്രീന പാലക്കാട്ട് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, അവരും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ 15 വാർഡിൻ്റെ മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഉപവാസ സമരപ്പോൾ ഇവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ പ്രയാസം അനുഭവിക്കുന്ന സ്ഥലത്ത് ഇവർ തിരിഞ്ഞു നോക്കണില്ല. എന്തെങ്കിലും ഒരു വികസനത്തിന് വേണ്ടിയിട്ട് റോഡ് കുത്തിപ്പൊളിച്ച് കേടാക്കിയിട്ടാൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ആസൂത്രണമായിട്ട് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് അനാവശ്യമായിട്ട് റോഡ് കീറിയിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾ, വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇതിന് പരിഹാരം വേണം. ഇത് പറയാൻ വേണ്ടി ഇവിടെ നിവേദനം കൊടുക്കാൻ വന്നപ്പോൾ ഇവിടെ പ്രസിഡന്റ് ഇല്ല, ഇവരില്ല, വൈസ് പ്രസിഡന്റ് ഇല്ല, നമ്മളെ വാർഡ് മെമ്പറില്ല, ആരുമില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ നമ്മുടെ പഞ്ചായത്തിലുള്ളത്. പഞ്ചായത്തിലെ മിക്ക റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെ, ഗ്രാമീണ റോഡുകൾ. ഭാരവാഹികളായ അബൂബക്കർ ചാത്തഞ്ചേരി, നാസർ പള്ളാട്ട്, അഷ്റഫ് തറമൽ, ഹസൻ വി, മുഹമ്മദ് അലി വടക്കയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.